functions. In this section, we shall study a special type of relations called functions. It is one of the most important concepts in mathematics and many other fields of science. The word function, which is derived from the Latin word functio, which means operation. Okay? And the words mapping or map are synonyms to function. 12th standard board exam functions in the mapping and mapping words use so functions in the synonyms on mapping or map. Okay. Functions have a very important role in differential and integral calculus. Okay. Calculus in mathematics in the important branch and calculus. Calculus two parts divided into differential calculus and integral calculus. Differential calculus and integral calculus base and the function. You 10th standard or basic mathematics actually. ഇപ്പോൾ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഹയർ മാത്തമാറ്റിക്സിന്റെ ബേസ് ആണ്. സോ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നോളജ് ആണ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞത്. ഓക്കെ, സോ ലെറ്റ്സ് സീ ദ ഫങ്ഷൻസ്. വാട്ട് ആർ ഫങ്ഷൻസ്? വി ഹാവ് സീൻ ദാറ്റ് എ ഫങ്ഷൻ ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷൻ. നമ്മൾ റിലേഷൻ എന്താന്ന് പഠിച്ചു കഴിഞ്ഞു. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ സബ്സെറ്റ് ആണ് റിലേഷൻ. എക്സാമ്പിൾസും കണ്ടതാണ്. അതിന്റെ ഡൊമൈൻ, കോഡൊമൈൻ, റേഞ്ച് അതൊക്കെ നമ്മൾ പരിചയപ്പെട്ടതാണ്. നൗ വി ആർ സ്റ്റഡിങ് ഫങ്ഷൻ, എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷൻ. സോ ലെറ്റ് us കൺസിഡർ സം റിലേഷൻസ്. ഇവിടെ ഞാൻ ഒരു 5 റിലേഷൻസ് ആരോ ഡയഗ്രത്തിൽ തന്നിട്ടുണ്ട്. ഇതിൽ എല്ലാ റിലേഷൻസും ഫങ്ഷൻസ് ആണ്. ഞാൻ പറയാം. The first relation, ഇതിനെ R1 എന്ന് കൊടുക്കാം. Second relation R2 എന്ന് കൊടുക്കുന്നു. Third relation R3. Fourth relation R4 and fifth relation R5. Okay. The first relation R1 is a function. It is a function. The second relation R2 is not a function. R3 is a function. R4 is a function. R5 is not a function. So 5 relations എഴുതിയതിൽ 2 functions അല്ല, 3 functions ആണ്. ഇനി ഫങ്ഷൻസ് എന്താണ്, അത് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ നോക്കുക. എന്തുകൊണ്ട് ഫങ്ഷൻ ആയില്ല? R2 R5 എന്തുകൊണ്ട് ഫങ്ഷൻ ആയില്ല? R1 R3 R4 കോമൺ ആയിട്ട് എന്ത് പ്രോപ്പർട്ടിയാണ് നിങ്ങൾ കണ്ടത്? അപ്പോൾ 1 by 1 ആയിട്ട് ഓരോന്നെടുക്കാം. R1 നോക്കുക. R1 ഡൊമൈൻ എന്ന് പറയുന്നത് 3, 5, 1, 10 ആണ്. റേഞ്ച് 2, 7, 0, 3 ആണ്. അത് തന്നെയാണ് കോഡൊമൈൻ. എന്നാൽ R2 നോക്കുക, എല്ലാ എലമെന്റ്സും, അതായത് ഇവിടെ R1 ഫസ്റ്റ് സെറ്റിലെ എല്ലാ എലമെന്റ്സിനും ഇമേജ് ഉണ്ട്. സെക്കൻഡ് സെറ്റിലും അതേ എല്ലാ എലമെന്റ്സിനും ഇമേജ് ഉണ്ട്. ഇതിനും എല്ലാ എലമെന്റ്സിനും ഇമേജ് ഉണ്ട്, ഇതിന് എല്ലാ എലമെന്റ്സിനും ഇമേജ് ഉണ്ട്. ഇവിടെ എല്ലാ എലമെന്റ്സിനും ഇമേജ് ഇല്ല. സോ അത് ഫങ്ഷൻ ആയൂല്ല. സോ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് സെറ്റിലെ എല്ലാ എലമെന്റ്സിനും ഇമേജ് ഉണ്ടായിരിക്കാം എന്നൊരു കാര്യം നമ്മൾ കോമൺ ആയിട്ട് ഇവിടെ കണ്ടു. അപ്പൊ എന്തുകൊണ്ടാണ് R2 ഫംഗ്ഷൻ ആകാതിരുന്നത്? R2ലും എല്ലാ എലമെന്റ്സിനും, ഫസ്റ്റ് സെറ്റിലെ എല്ലാ എലമെന്റ്സിനും ഇമേജസ് ഉണ്ടല്ലോ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, R2ലെ ഒരു എലമെന്റിന് 2 ഇമേജസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ കാണാം, ഇവിടെ സെക്കൻഡ് സെറ്റിലെ ഒരു എലമെന്റിന് 3 പ്രീ ഇമേജസ് വന്നു. അതായത് ആ ഒരൊറ്റ എലമെന്റ് 3 എലമെന്റ്സിന്റെ ഇമേജസ് ആയിട്ട് വന്നു. അത് പ്രോബ്ലം അല്ല എന്ന് ഇവിടുന്ന് മനസ്സിലാക്കാം. പക്ഷേ ഫസ്റ്റ് എലമെന്റിലെ
ഓരോ എലമെന്റ്സിനും ഓരോരോ ഇമേജസ് ആണ് വരാൻ പാടുന്നത്. ഓക്കെ, ഇവിടെ നോക്കുക, എക്കുള്ള ഇമേജ് തന്നെയാണ് ബിയുടെയും സിയുടെയും. അത് പ്രോബ്ലം അല്ല, അങ്ങനെ വന്നാൽ അത് ഫംഗ്ഷൻ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് നിങ്ങൾ കോമൺ ആയിട്ട് കണ്ടത്? ഇവിടെ നോക്കുക, വേറൊരു കാര്യം, ഇത് ഫംഗ്ഷൻ ആയില്ല. ഇവിടെ നമുക്ക് എല്ലാ എലമെന്റ്സിനും ഇമേജ് ഇല്ല. ഇത് ഫംഗ്ഷൻ ആകാത്തതിന് കാരണം ഒരു എലമെന്റിന് 2 ഇമേജസ് ആണ് ഉള്ളത്. ഈ ഒരു റിലേഷൻ നോക്കുക, R3. ഇവിടെ എല്ലാ എലമെന്റ്സിനും ഇമേജസ് ഉണ്ട്. എല്ലാ എലമെന്റ്സിനും ഓരോ ഇമേജസ് ആണ് ഉള്ളത്. രണ്ടാമത്തെ സെറ്റിലെ ഒരു എലമെന്റ് ഒന്നാമത്തെ സെറ്റിലെ ഒരു എലമെന്റിന്റെ ഇമേജ് ആയിട്ട് വരുന്നില്ല. അപ്പൊ അതും പ്രോബ്ലം അല്ല എന്ന് മനസ്സിലായി. അതായത് ഫസ്റ്റ് സെറ്റ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഫംഗ്ഷൻ ആണോ എന്ന് നോക്കാൻ ഫസ്റ്റ് സെറ്റ് മാത്രം നോക്കിയാൽ മതി. ഫസ്റ്റ് സെറ്റിലെ എല്ലാ എലമെന്റ്സിനും സെക്കൻഡ് സെറ്റിൽ ഇമേജ് ഉണ്ടായിരിക്കണം. ഒരേ ഒരു ഇമേജ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അത്തരത്തിലുള്ള റിലേഷൻസിനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ റിലേഷൻ from a set to another set is said to be a function if every element of first set has one and only one image in second set. അങ്ങനെയുള്ള റിലേഷനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു റിലേഷൻ ഫംഗ്ഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ നമ്മൾ അതിന് R എന്ന ലെറ്റർ കൊടുക്കാറില്ല. നമ്മൾ സാധാരണ ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സ് സ്മോൾ ലെറ്റേഴ്സ് F, G, H ഇങ്ങനെയുള്ള ലെറ്റേഴ്സുകളാണ് നമ്മൾ ഫംഗ്ഷന് യൂസ് ചെയ്യാറ്. കോമൺ ആയിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്നത് F എന്ന് പറഞ്ഞ ലെറ്റർ ആണ്. ഓക്കെ, സോ ലെറ്റ് us see the definition of function. Very important definition. A relation F from a set A to a set B is said to be a function if every element of set A has one and only one image in set B. അതാണ് ഇമ്പോർട്ടൻറ്റ്. എവ്രി എലമെന്റ് ഓഫ് ഫസ്റ്റ് സെറ്റ്, സെറ്റ് എയിലെ എല്ലാ എലമെന്റ്സിനും ഒരേ ഒരു ഇമേജ് മാത്രമേ സെറ്റ് ബിയിൽ ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെയുള്ള റിലേഷൻസിനെയാണ് നമ്മൾ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ F is a relation from a non-empty set A to a non-empty set B such that the domain of F is A and not two distinct ordered pairs in F have the same first element. നമുക്കറിയാം, ഒരു റിലേഷനിലെ ഫസ്റ്റ് സെറ്റിലെ എലമെന്റ്സിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത്. എന്നാൽ ഫംഗ്ഷൻ ഇസ് എ റിലേഷൻ. ആ റിലേഷനിൽ ഫസ്റ്റ് സെറ്റിലെ എല്ലാ എലമെന്റ്സിനും ഇമേജുകൾ ഉണ്ടാകും. ഒരേ ഒരു ഇമേജ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇവിടെ 2 സെറ്റിനും ഒരു ഇമേജ്, ഒരു എലമെന്റിന് തന്നെ 2 പ്രീ ഇമേജസ് വന്നാലും കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഹോൾ സെറ്റ്, ദ ഫസ്റ്റ് ഫുൾ സെറ്റ് ആയിരിക്കും ഡൊമൈൻ ആയിട്ട് വരും. റിലേഷന്റെ കേസിൽ നമ്മൾ അങ്ങനെ ആയിരുന്നില്ല. ഏതിനൊക്കെയാണോ ഇമേജസ് വരുന്നത് അതാണ് ഡൊമൈൻ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് സെറ്റ് ഓഫ് എലമെന്റ്സ് ഇൻ ഓർഡേർഡ് പെയർസ് ആണ്. എന്നാൽ ഫംഗ്ഷൻ ആണെങ്കിൽ എല്ലാ എലമെന്റ്സിനും ഇമേജ് ഉണ്ടാവും. സോ ഓൾ സെറ്റ് എ വിൽ ബി ദ ഡൊമൈൻ ആൻഡ് ഓൾ സെറ്റ് ബി ഈസ് കോൾഡ് കോഡൊമൈൻ എന്ന് പറയും. സെറ്റ് ഓഫ് ഓൾ ഇമേജസിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റേഞ്ച് എന്നും പറയും. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. നമ്മൾ നേരത്തെ R1ഉം R3ഉം R4ഉം ഫങ്ഷൻസ് ആയിട്ട് കണ്ടു. അപ്പൊ ആ ആരോ ഡയഗ്രത്തിലുള്ള എലമെന്റ്സിനെ നമുക്ക് റോസ്റ്റർ ഫോമിൽ, ആ റിലേഷൻസിലെ റോസ്റ്റർ ഫോമിൽ ഒന്ന് എഴുതാം. R1ൽ നമ്മൾ ഒബ്സർവ് ചെയ്തത് 3, 2, 5, 7, 1, 0, 10, 3. അതുപോലെ R3ൽ നമുക്ക് വന്ന എലമെന്റ്സ് 1, 3, 2, 5, 3, 7. R4ൽ നമുക്ക് വന്ന എലമെന്റ്സ് A, D, B, D, C, D എന്നിവയാണ്.
ഇങ്ങനെ റോസ്റ്റർ ഫോമിൽ റിലേഷൻ തന്നിട്ട് അത് ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ആരോ ഡയഗ്രത്തിൽ തന്നാൽ നമുക്ക് അതിനെ ചെക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഫസ്റ്റ് സെറ്റിലെ എല്ലാ എലമെന്റ്സിനും ഇമേജ് ഉണ്ടോ നോക്കുക, ഒരേ ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ നോക്കുക. അങ്ങനെയാണെങ്കിൽ ദാറ്റ് റിലേഷൻ ഈസ് എ ഫംഗ്ഷൻ. എന്നാൽ റോസ്റ്റർ ഫോമിലാണ് റിലേഷൻ തന്നിട്ടുള്ളതെങ്കിൽ ഹൗ വിൽ യു ഐഡന്റിഫൈ വെദർ ദാറ്റ് റിലേഷൻ ഈസ് എ ഫംഗ്ഷൻ? അതിനെന്ത് നോക്കിയാൽ മതി? ഓർഡേഡ് പെയർസിലെ ഫസ്റ്റ് എലമെന്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇവിടെ നോക്കാം, ഫസ്റ്റ് റിലേഷനിലെ ഓർഡേഡ് പെയർസിലെ ഫസ്റ്റ് എലമെന്റ്സ് വന്നത് 3, 5, 1, 10 ആണ്. ഡിസ്റ്റിങ്ക്റ്റ് ആണല്ലോ. R3ലാണെങ്കിലും 1, 2, 3 ഡിസ്റ്റിങ്ക്റ്റ് ആണ്. R4ലാണെങ്കിലും A, B, C ഡിസ്റ്റിങ്ക്റ്റ് ആണ്. So in the case of function in roster form, no two distinct ordered pairs in F have the same first element. So അങ്ങനെയാണ് നമ്മൾ ഒരു റിലേഷൻ റോസ്റ്റർ ഫോമിൽ തന്നാൽ അത് ഫംഗ്ഷൻ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. റിലേഷൻ അല്ലാത്ത R2നെ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാ വരിക? റോസ്റ്റർ ഫോമിൽ 3, 5, 3 -1. അതായത് രണ്ട് ഓർഡേഡ് പെയർസിന് സെയിം ഫസ്റ്റ് എലമെന്റ് കിട്ടും 3. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ. ഓക്കെ. If f is a function from A to B and AB ordered pair AB belongs to F, then we say f of A is equal to B. Okay? എന്ന് പറഞ്ഞാൽ A ഡൊമൈനിലെ എലമെന്റ് ആണ്, B അതിന്റെ റേഞ്ച് ആയിട്ട് വരുന്ന എലമെന്റ് ആണ്. ഓക്കെ. സോ B എന്ന് പറയുന്നത് എയുടെ ഇമേജ് ആണ്. എയുടെ ഇമേജ് ആണ് എന്നുള്ളതിനാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. സോ ദിസ് മീൻസ് വാട്ട്? ബി ഈസ് ദ ഇമേജ് ഓഫ് എ അണ്ടർ ദ ഫംഗ്ഷൻ എഫ്. അതാണ് അതിന്റെ മീനിങ്. ഓക്കെ. അപ്പൊ സോ ഒരു ഓർഡേഡ് പെയർ ഫംഗ്ഷനിലുണ്ടെങ്കിൽ, ആ ഒരു ഫംഗ്ഷനിലെ ഒരു എലമെന്റ് ആണെങ്കിൽ, വി സേ ദ സെക്കൻഡ് എലമെന്റ് ഈസ് image of first element under the function f. ഓക്കെ. ഇനി അത് xy ആണെങ്കിൽ, സാധാരണ നമ്മൾ r ക്രോസ് rൽ വരികയാണെങ്കിൽ xy എന്ന് പറഞ്ഞ ഒരു പോയിന്റിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ഓർഡേഡ് പെയർ. അവിടെ നമ്മൾ എഴുതുന്നത് y is equal to f of x. ഓക്കെ. y is image of x under f. So suppose a function f is defined from A to B, then we write f is defined from A to B. ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ the first all set is called domain and the second all set is called codomain. Range എന്ന് പറഞ്ഞ set of all images of A. എയിലെ എല്ലാ എലമെന്റ്സിന്റെയും ഇമേജസിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. റേഞ്ച് ഈസ് സബ്സെറ്റ് ഓഫ് കോഡൊമൈൻ. ഓക്കെ. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം മിസലേനിയസ് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 10. ലെറ്റ് A is equal to set 1, 2, 3, 4. B is equal to set 1, 5, 9, 11, 15, 16. And f is equal to ordered pairs 1, 5, 2, 9, 3, 1, 4, 5, 2, 11. Are the following true? F is a relation from A to B. F is a function from A to B. Justify your answer in each case. ഒരു സെറ്റ് റോസ്റ്റർ ഫോമിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് റിലേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെ, ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെ, ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. റിലേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ നോക്കണം, ആ തന്നിരിക്കുന്ന സെറ്റിലെ എലമെന്റ്സ് എല്ലാം എ ക്രോസ് ബിയിലെ എലമെന്റ്സ് ആണോ എന്ന്. സോ ഇഫ് ദ given set is subset of A cross B, we can say that the given set is a relation. Okay. ഇനി ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? റോസ്റ്റർ ഫോമിൽ ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ യു ജസ്റ്റ് ചെക്ക് whether the first element of ordered pairs repeat or not.
നമുക്ക് ആദ്യത്തെ നോക്കാം. ആദ്യം നമ്മൾ ഈ തന്നിരിക്കുന്ന സെറ്റ് എഫ്, അതിൽ എലമെന്റ്സ് എല്ലാം ഓർഡേർഡ് പെയർസിലാണ്. അത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണോ എന്ന് നോക്കണം. എങ്ങനെയാണ് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണോ നോക്കുക? എ ക്രോസ് ബി കംപ്ലീറ്റ് ആയിട്ട് എഴുതണോ? എ ക്രോസ് ബിയിലെ എലമെന്റ്സ് മുഴുവൻ എഴുതണമെന്നുണ്ടോ? ഇല്ല. എ ക്രോസ് ബിയിലെ സബ്സെറ്റ് ആണോ നോക്കുന്നത് ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെന്റ് എയിലുള്ളതാണോ സെക്കൻഡ് എലമെന്റ് ബിയിലുള്ളതാണോ എന്ന് നോക്കിയാൽ മതി. സോ 1 5 1 എയിലെ എലമെന്റ് ആണ്, 5 ബിയിലെ എലമെന്റ് ആണ്. സോ 1 5 ഈസ് ആൻ എലമെന്റ് ഓഫ് എ ക്രോസ് ബി. അടുത്തത് 2 9 ആണ് തന്നത്. ഫസ്റ്റ് എലമെന്റ് 2 ഈസ് ഫ്രം സെറ്റ് എ, 9 ഈസ് ഫ്രം സെറ്റ് ബി. സോ 2 9 ഈസ് ആൻ എലമെന്റ് ഓഫ് എ ക്രോസ് ബി. 3 1 3 എയിലെ എലമെന്റ് ആണ്, 1 ബിയിലെ എലമെന്റ് ആണ്. So 3 1 is an element of A cross B. 4 5 4 is from first set A, 5 is from second set B. So the ordered pair 4 5 is an element of A cross B. The last one 2 11. 2 is from first set A, 11 is from second set B. So 2 11 is an element of A cross B. So what do you observe here? Here every element of F is an element of A cross B. That is, the set F is subset of A cross B. So, അത് തന്നെയാണ് റിലേഷന്റെ ഡെഫിനിഷൻ. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ സബ്സെറ്റിനെയാണ് നമ്മൾ റിലേഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഗിവൺ സെറ്റ് ഇസ് എ റിലേഷൻ. ഓക്കെ, നമുക്ക് എഴുതാം. F is a relation from A to B. Okay, this statement is true. So, നമുക്ക് അതിന്റെ റീസൺ എഴുതണം. Since every element of F is an element of A cross B, that is F is subset of A cross B. തന്നിരിക്കുന്ന സെറ്റ് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണെന്നാണ് നമ്മളിവിടെ കണ്ടത്. സോ ദാറ്റ് സെറ്റ് ഇസ് എ റിലേഷൻ ഫ്രം ദ സെറ്റ് എ ടു ദ സെറ്റ് ബി. നെക്സ്റ്റ് ലെറ്റ് us check whether the given set is a given relation is a function. നമുക്കറിയാം ഒരു സെറ്റ് റിലേഷൻ ആകുമ്പോൾ മാത്രമാണ് അത് ഫംഗ്ഷൻ ആകുന്നത്. ഇത് റിലേഷൻ അല്ലായിരുന്നു എങ്കിൽ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാറുണ്ട്, അത് ഒരിക്കലും ഫംഗ്ഷൻ ആവില്ല. ഫംഗ്ഷൻ ഇസ് എ റിലേഷൻ. സോ നമ്മളോട് ഫസ്റ്റ് പാർട്ടിൽ കണ്ടു ദ ഗിവൺ സെറ്റ് ഇസ് എ റിലേഷൻ. ഇനി അടുത്ത നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് വെദർ ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ. ഇത് ഫംഗ്ഷൻ ആണോ എന്ന് നോക്കണം. അപ്പൊ ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? റിലേഷനിലെ ഓർഡേർഡ് പെയർസിലെ ഫസ്റ്റ് എലമെന്റ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. നോ ടു ഡിസ്റ്റിങ്ക്ട് ഓർഡേർഡ് പെയർസ് ഇൻ എഫ് ഹാവ് ദ സെയിം ഫസ്റ്റ് എലമെന്റ്. അപ്പൊ നോക്കുക, സെയിം ഫസ്റ്റ് എലമെന്റ് വരുന്നുണ്ടോ എന്ന്. ഇവിടെ 2 9 ഉണ്ട്, 2 11 ഉണ്ട്. ദാറ്റ് മീൻസ് 2 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് 2 എ എന്ന സെറ്റിൽ 2 എന്ന എലമെന്റിന് 2 ഇമേജസ് ആണുള്ളത്, 9ഉം 11. സോ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? Every element of set A has one and only one image in set B. So 1 image ഉണ്ട്, 2 image ഉണ്ട്, 3 image ഉണ്ട്, 4 image ഉണ്ട്. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ കറക്റ്റ് ആണ്. പക്ഷെ 1 and only one image അല്ല ഉള്ളത്. 2 2 images ആണുള്ളത്, 9ഉം 11. So this relation is not a function. So രണ്ടാമത്തെ ആൻസർ F is not a function from A to B. What is the reason? Since 2 in A has 2 images, namely 9 and 11. Example 11, page number 37. Examine each of the following relations given below and state in each case giving reasons whether it is a function or not. First relation തന്നിട്ടുള്ളത് ordered pairs 2 1 3 1 4 2.
സോ ഇവിടെ നമുക്ക് രണ്ട് സെറ്റ് തന്നിട്ടില്ല. പക്ഷെ ഇൻ ദ കേസ് ഓഫ് ഫംഗ്ഷൻ നമ്മൾ അസ്യൂം ചെയ്യണം ഈ റിലേഷൻ അതിന്റെ ഡൊമൈനിൽ ഡിഫൈൻ ചെയ്തതാണെന്ന്. ഓക്കെ, സോ നമ്മൾ റോസ്റ്റർ ഫോമിലോ റിലേഷൻ തന്നാൽ അത് ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ചെക്ക് വെദർ ദ ഫസ്റ്റ് എലമെന്റ് ഹാസ് യുണീക്ക് ഇമേജ്. ഫസ്റ്റ് എലമെന്റിനൊക്കെ യുണീക്ക് ഇമേജസ് ആണോ ഉള്ളത് നോക്കുക. അതായത് ഒരേ ഒരു ഇമേജ് ഉണ്ടാവാൻ പാടുള്ളൂ. അത് ഫസ്റ്റ് എലമെന്റ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഇവിടെ കാണാം ഫസ്റ്റ് എലമെന്റ്സ് ഈ 3 ഓർഡേഡ് പെയർസ് ഉള്ളൂ. 2, 3, 4 ഡിസ്റ്റിങ്ക്റ്റ് ഫസ്റ്റ് എലമെന്റ്സ് ആണ്. So we can say that the elements 2, 3, 4 having unique images. So this relation is a function. Okay, this relation is a function since elements 2, 3, 4 of relation are having their unique images. Having their unique images. അല്ലെങ്കിൽ ഒറ്റ സിമ്പിൾ വേർഡിൽ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. സിൻസ് എവറി എലമെന്റ് ഹാസ് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് ദിസ് റിലേഷൻ ഈസ് എ ഫംഗ്ഷൻ. അങ്ങനെ എഴുതിയാലും മതി. ഓക്കെ, ഇനി അടുത്ത റോസ്റ്റർ ഫോമിലെ റിലേഷൻ കാണാൻ നമുക്ക് R is equal to 2, 2, 2, 4, 3, 3, 4, 4. Is it a function? നമ്മൾ എന്താ നോക്കുക? ഫസ്റ്റ് എലമെന്റ് മാത്രം നോക്കുക. The first element 2 corresponds to 2 different images. 2 and 4. 2 എന്ന എലമെന്റിന് 2 ഇമേജസ് ഉണ്ട്. ഒന്ന് 2, മറ്റേത് 4. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ this relation is not a function. This relation is not a function since the element, ഇപ്പൊ ഏത് എലമെന്റിനാണ് അങ്ങനെ 2 ഇമേജസ് വന്നതെന്ന് സ്പെസിഫൈ ചെയ്യാം. The element 2 corresponds to 2 different images. Unique image ആണ് വേണ്ടത്. 2 different images. അത് ഏതാണെന്ന് വേണമെങ്കിൽ പറയാം. 2 ഇമേജ് ആയിട്ട് വരുന്നത് 2 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്. So 2 and 4. അതുകൊണ്ട് this relation is not a function. Okay. തേർഡ് റിലേഷൻ നോക്കുക. റോസ്റ്റർ ഫോമിൽ തന്നത് എലമെന്റ്സ് നോക്കുക. 1, 2, 2, 3, 3, 4, 4, 5, 5, 6, 6, 7. എന്താ നോക്കേണ്ടത്? ഓർഡേഡ് പെയർസിലെ ഫസ്റ്റ് എലമെന്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. 1 റിപ്പീറ്റ് ചെയ്യുന്നില്ല, 2 റിപ്പീറ്റ് ചെയ്യുന്നില്ല, 3 റിപ്പീറ്റ് ചെയ്യുന്നില്ല, 4 റിപ്പീറ്റ് ചെയ്യുന്നില്ല, 5 റിപ്പീറ്റ് ചെയ്യുന്നില്ല, 6ഉം റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, so we can write every element has one and only one image. So this relation is a function. This relation is a function since every element has ഏത് സെറ്റിൽ ഞാൻ തന്നിട്ടില്ല, അതുകൊണ്ടാണ് ഏത് സെറ്റാന്ന് പറയുന്നത്. എവറി എലമെന്റ് ഓഫ് എ എന്ന് തന്നിട്ട് എവറി എലമെന്റ് ഓഫ് എ ഹാസ് എന്ന് പറഞ്ഞ് എഴുതും. Or otherwise, so you just simply write every element has one and only one image. So, അതിനെ നമ്മൾ എന്ത് പറയും? ഫംഗ്ഷൻ ആണെന്ന് പറയും.